തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരണ നാട് താരീളം ചുണ്ടിൽ മാപ്പിളശീലിൻ മധുരം കിനിയും നാട് തെയ്യവും കഥകളി നാവേർ പാടിയ നാടിത കേരമരങ്ങൾ താഴിക പൊൻകുടവേന്തി നിരനിന്തേ കണി കാണും പുലരിയിൽ തെളിയുഷ മലരിൽ മാമ്പൂ മണവും തൂകി. ഞങ്ങള് ആ വീഡിയോ അത്രക്ക് കയറുന്നൊന്നും വിചാരിച്ചില്ല. ഇനി ഫേസ്ബുക്കിലൊക്കെ എല്ലാവരും അത്യാവശ്യം കണ്ടിക്കണേ, അപ്പോൾ അതിലൊക്കെ വളരെ സന്തോഷമാണ്. ഓക്കെ, നമ്മൾ ഈ വീഡിയോ ഫാമിലി കണ്ടപ്പോൾ അവരുടെ അഭിപ്രായം എന്തായിരുന്നു? പ്ലാൻ ചെയ്യാതെ നമ്മൾ വന്നാണല്ലോ. ഞാനതിൽ പാടി എന്നുള്ളത് വീഡിയോ വന്നതിന്റെ ശേഷം ചിലപ്പോൾ ഒരു അറിഞ്ഞത് തന്നെ. ഹായ്, അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ ചേളാരി അല്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വരാനുള്ള കാരണം വളരെ യാദൃശികമായിട്ട് നമ്മളെ വീഡിയോയിൽ വന്നിട്ട് കിഡ്ലൻ പെർഫോമൻസ് കാഴ്ചവെച്ച 2 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് അവരെങ്ങനെ അന്വേഷിച്ചിരുന്നു, ആരാണ് ആ ആൾക്കാർ അല്ലെങ്കിൽ ആരാണ് ആ കുട്ടികളെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അന്വേഷിച്ച് വന്നപ്പോൾ ഇവർ കിഡ്ലൻ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന 2 നല്ല കലാകാരികളാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലും ഒക്കെ ഉണ്ട്, അറിയപ്പെടാതെ കഴിവുണ്ടായിട്ടും അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകളെ തേടിയാണ് ഇനി നമ്മുടെ യാത്ര. അപ്പോൾ ആദ്യത്തെ പടി എന്നുള്ള നിലയ്ക്ക് ഇന്ന് നമുക്ക് ഇവരെ തന്നെ പരിചയപ്പെടാം. ഹലോ, അസ്സലാമു അലൈക്കും. അറിയോ? ഓക്കെ, നമുക്ക് ആ പേര് പറഞ്ഞു തുടങ്ങാം. പറഞ്ഞോ. സ്ഥലം ചേളാരി അല്ലേ? പറഞ്ഞോ. എൻ്റെ പേര് അശ്മിന ഷെറി, സ്ഥലം ചേളാരി. ഓക്കെ, സാധാരണ നമ്മൾ എല്ലാ കുട്ടികളും പരിചയപ്പെടുത്തൽ വിശേഷങ്ങൾ ചോദിച്ചിട്ടാണ് എല്ലാ കാര്യം പരിചയപ്പെടുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ നേരെ തിരിച്ചാ, നമ്മളിന്ന് പാട്ട് പാടി തുടങ്ങും. ഓക്കെ, അപ്പോൾ ആ വീഡിയോയിൽ വന്നതിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് പറയുമോ? ആദ്യമായിട്ട് പങ്കെടുത്തത് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഞങ്ങള് ആ വീഡിയോ അത്രക്ക് കയറുന്നൊന്നും വിചാരിച്ചില്ല. ഇനി ഫേസ്ബുക്കിലൊക്കെ എല്ലാവരും അത്യാവശ്യം കണ്ടിക്കണേ, അപ്പോൾ ഞാനതിൽ പാടി എന്നുള്ളത് വീഡിയോ വന്നതിന്റെ ശേഷം ചിലപ്പോൾ ഒരു അറിഞ്ഞത് തന്നെ. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുപാട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? സ്റ്റേജ് പ്രോഗ്രാം ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു നമ്മൾ ആ വീഡിയോയിൽ വന്നപ്പോൾ എക്സ്പീരിയൻസ് പറയാം? ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇനി ആ സമയത്ത് അങ്ങനെ വരുന്നു. അപ്പോൾ ഫാമിലിയൊക്കെ കണ്ടപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. പെട്ടെന്ന് അവർ കണ്ടപ്പോൾ. ഓക്കെ, എത്ര ക്ലാസ് പഠിക്കുന്നത്? ഞാൻ ഇനി 9ലേക്കാണ്. ഇനി 9ാം ക്ലാസ്സിലേക്കാണ് അല്ലേ? അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ ഇനി ഇവിടെ പാട്ട് കേട്ടിട്ടാ, പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. എന്നാലും ഫസ്റ്റ് പാട്ട് ആരാ പാടാ? അപ്പോൾ അശ്മിന, നമ്മൾ ആദ്യത്തെ പാട്ടൊന്ന് പാടി നോക്കാം അല്ലേ? തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരണ നാട് താരീളം ചുണ്ടിൽ മാപ്പിളശീലിൻ മധുരം കിനിയും നാട് തെയ്യവും കഥകളി നാവേർ പാടിയ നാടിത കേരമരങ്ങൾ താഴിക പൊൻകുടവേന്തി നിരനിന്തേ കണി കാണും പുലരിയിൽ തെളിയുഷ മലരിൽ മാമ്പൂ മണവും തൂകി. കേരള മാമക കേരള നാടിൻ വാഴ്വിതേ തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരണ നാട് താരീളം ചുണ്ടിൽ മാപ്പിളശീലിൻ മധുരം കിനിയും നാട്. മാഷാല്ലാ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്കറിയായിരുന്നു ഫസ്റ്റ് പാട്ട് പാടുമ്പോൾ എന്തായാലും അടിപൊളിയാവുന്നില്ല. കാരണം അവിടെ നിന്ന് ആകെ ഒരു പാട്ടാ പാടിയല്ലേ, അതിനെ ഞെട്ടിച്ചിട്ടുണ്ട് എല്ലാവരും. കാരണം അന്ന് ഒരുപാട് പേര് അവിടെ നിന്ന് തന്നെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ പാട്ട് പാടാനുള്ള കാരണം എന്താ? ഈ പാട്ട് ഒരു അവസരം കിട്ടിയ പാടാൻ വിചാരിച്ചു നിന്നൊരു പാട്ടായിരുന്നു. ഭയങ്കര അൽഹംദുലില്ലാ, റാഹത്താണ്. ആദ്യമായിട്ട് ഇനി അന്നൊരു വീഡിയോയിൽ പങ്കെടുത്ത എന്തായാലും അടിപൊളിയായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചിനി, പക്ഷേ വിചാരിച്ച അത്ര കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല പോലെ പാടി. ഓക്കെ, അവിടെയുള്ള ഒരുപാട് കുട്ടികൾ നല്ല പാട്ട് പാടുന്ന ആൾക്കാരാണ്. കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാതെ പാടുന്ന കൂട്ടത്തിൽ ഒരാളാണ് നമ്മളും അല്ലേ? ഓക്കെ, എല്ലാവരും ഫാമിലി എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും ഫാമിലി ഒരു പാട്ട് ഫാമിലിയാണോ? അല്ലല്ല, അങ്ങനൊന്നുമില്ല, ഞാൻ തന്നെയാണ്. ഏറ്റവും വലിയ പാട്ട്. ഓക്കെ, ഇപ്പോൾ 9ാം ക്ലാസ് എത്തുന്ന പറഞ്ഞില്ല, 8ാം ക്ലാസ് പഠിക്കും, 9ാം ക്ലാസ്സിൽ എത്തി. ഓക്കെ, ഈ പഠനം പാട്ടും പാടാൻ മുന്നോട്ട് നോക്കുമ്പോൾ ഏതാ മെച്ചപ്പെട്ട് തോന്നുന്നേ? പാട്ടാണ്. പഠനം മോശം കുറച്ച് ബാക്കിലേക്കാണ്. കാരണം എന്താ അറിയില്ല. ഓക്കെ, കുടിലിൽ
മധുരമലരമ്പൊന്നിരിയുന്നിന്റെ നിറഞ്ഞ പിരിശത്തിൻ നിശലിൽ പണിതൊരു മഹറൊന്നണിയിക്കാൻ വരട്ടെ ഞാൻ. ഓമലേ ഓർത്തു ഞാൻ നീറി നിൽക്കുകയല്ലേ, ഓമലേ ഓർത്തു ഞാൻ നീറി നിൽക്കുകയല്ലേ. ഇശാമുള്ള മലരേ ഇണയായി വരുമോ, കിനാവിൻ്റെ കുടിലിൽ ഒരിടം നൽകി തരുമോ. വാ സൂപ്പർ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് 2 പെണ്ണുങ്ങളായ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്താ കയ്യടിക്കാത്ത? എന്തായാലേ സംഭവിച്ചാൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഏതൊക്കെ ലോകത്തേക്ക് എത്തിയ പോലെ, കാരണം വെച്ചാൽ നല്ല ഫീൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തെന്ന് പറഞ്ഞു, പക്ഷെ അതിനപ്പുറം ഒരുപാട് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ, ആൽബങ്ങളിലായിട്ടും ഒരുപാട് മധു സോങ്ങിലൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അത് ആർക്കാരും ഉണ്ടാവുമല്ലോ, ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കഴിയുമ്പോൾ വീട്ടിൽ നിന്നായാലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ നിന്നായാലൊക്കെ ചോദ്യങ്ങൾ വരിക, നല്ല നല്ല കമൻസിൽ വരും, ഇപ്പം നെഗറ്റീവോ വരും. അങ്ങനെ വല്ല ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായിരുന്നോ നമ്മളെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം? ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഫാമിലി ചോദിച്ചു ഇത് എന്താണ്, ഇത് പെട്ടെന്ന് ഇങ്ങനൊക്കെ എന്താ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, അങ്ങനെ ഉണ്ടായതാണ്. ഓക്കെ. അപ്പോൾ റൈഷാസ് അല്ലേ, നല്ല പേരാരട്ടെ? വീട്ടിൽ നിന്നാണ്, ആരട്ടെ അറിയില്ല. എന്നാലും ഉമ്മയാണ് ഉപ്പയാണ്, രണ്ടായാലും അടിപൊളി പേരാട്ടോ. ഞാൻ ആദ്യമായിട്ട് കേൾക്കണം ഇങ്ങനത്തെ ഒരു പേര്, സൂപ്പറാട്ടാ. പിന്നെ നമ്മൾ ഈ ഒരു വഴിയിലെത്താൻ കാരണം ആരാണ്? നിസാർ മാഷാണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മളെ ഗുരുവിന് നമ്മൾ എന്തായാലും സമ്മാനം കൊടുക്കണ്ടേ? അതെ, ഞങ്ങളെ ഈ വീഡിയോയിൽ നിൽക്കാൻ സഹായിച്ചതും ഞങ്ങളെ പാട്ട് പഠിപ്പിച്ചതും സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ആയ നിസാർ മാഷിന് എൻ്റെ വക ഒരു പാട്ട്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും മാഷക്ക് ഇത് ഇഷ്ടപ്പെടും. നമ്മളെ കണ്ട ഉണ്ട് 2 ആളെ വകയില്ലേ ഓരോ പാട്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് റൈഷാസ് അല്ലേ? മലബാറിലുദിത്തമിറാം തരുളേ വാരിയൻ കുന്നനതൊണ്ടിസുമാൽ ശുഹറൊത്തവരാം പൊരുളേ പാരിതിൽ വഞ്ചക ബ്രിട്ടനെതിർത്തവരാം തിരുപൂങ്കമരേ പോരിതിൽ മാപ്പിള മക്കളെ നെഞ്ചുളമാലുളർന്നിട്ടവരെ പരിഷതിലിരസമിൽ അരുമപ്പു കുഞ്ഞായിശമുതിൻകുട്ടി സുതനായി പിറന്തോരെ പിരശമിൽ അരിമസൽ തിരുഗുരു കുഞ്ഞിക്കമ്മു കരികതിലൊരു തിരി തെളിത്താരെ ബേരിതത്തീരമതാം മലബാറിലുദിത്തമിറാം തരുളേ വാരിയൻ കുന്നനതൊണ്ടിസുമാൽ കുതിരൊത്തവരാം പൊരുളേ. ഓക്കെ, ഈ പാട്ട് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വാരിയം കുന്നനെ ഓർമ്മ വരും അല്ലേ? അവരുടെ ചരിത്രം അറിയോ? ചെറുതായിട്ടൊക്കെ അറിയൂല്ലേ? ഓക്കെ, ഞാൻ കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ എടുത്തു, കഴിഞ്ഞ വീഡിയോ ഞാൻ എടുത്തത് അവരുടെ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു പാട്ടൊന്ന് കേട്ടോക്കാം അല്ലേ? എന്താണ് നിസാർ മാഷിക്ക് കൊടുക്കാനുള്ള സമ്മാനം നമുക്കൊന്ന് കേട്ടോക്കാം. ഷറഫൂറ്റ ഖുറൈശിയിൽ പിറந்தவர் ഹശീമിൽ ശുഹ്റായ മഹമൂദർ വരുന്നുണ്ടല്ലോ ത്വാഹ ശൗക്കോടെ പുതുമാർ ചമഞ്ഞുവല്ലോ. ഷറഫൂറ്റ ഖുറൈശിയിൽ പിറந்தவர் ഹശീമിൽ ശുഹ്റായ മഹമൂദർ വരുന്നുണ്ടല്ലോ ത്വാഹ ശൗക്കോടെ പുതുമാർ ചമഞ്ഞുവല്ലോ. വാവ്, നല്ല ഫീൽ ഉണ്ടല്ലോ പാട്ട്. ഞങ്ങൾ ആ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ ഞങ്ങൾക്കൊരു ക്ലാസ്സിൻ്റെ ഫീലല്ല, ഞങ്ങൾ ഗസൽ ദർബാർ പറഞ്ഞൊരു ഫാമിലി തന്നെയാണ്. അപ്പം അവിടെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ടിന് ഉണ്ടല്ലോ അല്ലേ? കാരണം ഞാനും അവിടെ വന്നപ്പോൾ അനുഭവിച്ച സംഗതി തന്നെ കേട്ടോ. കാരണം നിങ്ങൾ ആ ഒരു കളിച്ചിരി തമാശകളും അതുപോലെ തന്നെ അവിടെ പാരൻസിൻ്റെ ഒക്കെ അല്ലേ സപ്പോർട്ട് അല്ലേ? മദീന റൗള മുനവ്വറയിൽ അന്തി ഉറങ്ങും ത്വാഹ റസൂലേ സലാം അവിടെ വന്ന് തിരുമുമ്പിന്ന് ഒന്ന് സലാമോദാനും കൊതിയുണ്ടിന്നിൽ മദീന റൗള മുനവ്വറയിൽ അന്തി ഉറങ്ങും ത്വാഹ റസൂലേ